യുദ്ധക്കൊതി തീരുന്നില്ല നെതന്യാഹുവിന്. ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള പദ്ധതിയുമായി ട്രംപിനരികിൽ എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അതിവേഗം വികസിപ്പിക്കുന്നു എന്നാണ് ഇത്തവണ പറയുന്ന ന്യായം. ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളുടെ പകുതിയിലധികം തകർത്തതായി നെതന്യാഹു മുൻപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ കേടുപാടുകൾ വിലയിരുത്തി പുനർനിർമ്മാണം നടക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ഇതിന്റെ പേരിൽ അമേരിക്കയെ കൂട്ടുപിടിച്ച് വീണ്ടും ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്താണ് ഇസ്രായേലിന്റെ പദ്ധതി? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുവെന്നും യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നുവെന്നുമുള്ള മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ വർഷം ജൂണിൽ ഇസ്രായേൽ ഒരു ആക്രമണത്തിന് മുതിർന്നത്. ഇറാൻ ആണവായുധ ശേഷി കൈവരിച്ചാൽ അവരുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേലിന് അത് ഭീഷണിയായേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ ആദ്യം ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകളാണ് ആക്രമിച്ചത്. അവരുടെ മുതിർന്ന സൈനിക നേതാക്കളെ തിരഞ്ഞുപിടിച്ച് കൊന്നുകളയുകയും ചെയ്തു. പിന്നീട് അമേരിക്ക ഈ യുദ്ധത്തിൽ ചേർന്നു. ഫോർദോ, നെതാൻസ്, ഇസ്ഫഹാൻ തുടങ്ങിയ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സൈറ്റുകൾ ബോംബിട്ട് തകർത്തു. ഇറാന്റെ ആണവായുധ ശേഷി തകർത്തുവെന്ന് ട്രംപ് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചാണ് ഇറാൻ ഇതിന് മറുപടി നൽകിയത്. ഇറാന്റെ ആണവ പദ്ധതികളെ മുച്ചൂടും മുടിക്കുമെന്ന പ്രതിജ്ഞയെടുത്ത് നെതന്യാഹു വീണ്ടും ആക്രമണങ്ങൾ ശക്തമാക്കുകയായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഭയം ഇസ്രായേലും അമേരിക്കയും വിട്ടുമാറിയിട്ടില്ല ഇതുവരെ. 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകൾ പുനർനിർമ്മിക്കാൻ തുടങ്ങിയതായാണ് ഇസ്രായേൽ നിലവിൽ ആരോപിക്കുന്നത്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടും ഇറാൻ മിസൈൽ സൗകര്യങ്ങൾ വീണ്ടെടുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത് ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് ആശങ്കയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സൈനിക നടപടി എടുക്കേണ്ടതിന്റെ ആവശ്യകത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് NBC ന്യൂസ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കേടുപാടുകൾ വിലയിരുത്തി ഇറാനിൽ പുനർനിർമ്മാണം നടക്കുന്നതിന്റെ സൂചന സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെയാണ് പുറത്തുവന്നതെന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളുടെ പകുതിയിലധികം തകർത്തതായി നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. എന്നാൽ മിസൈൽ സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും കേടുപാടുകൾ സംഭവിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നന്നാക്കാനുമുള്ള ശ്രമങ്ങൾ ഇറാനിൽ പുരോഗമിക്കുകയാണ്. US ബോംബിട്ട് തകർത്ത ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ വീണ്ടെടുക്കുന്നതിനേക്കാൾ അടിയന്തര ഭീഷണിയാണ് ഇതെന്ന ആശങ്കയാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക്. ഒരു വർഷത്തിൽ 3000 മിസൈലുകൾ വരെ ഇറാൻ പുനർനിർമ്മിക്കാൻ സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട്. ഡിസംബർ 29 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാന്റെ പദ്ധതിയുടെ ഭീഷണിയെക്കുറിച്ച് ട്രംപിനോട് വിശദീകരിക്കാനാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. ഫ്ലോറിഡയിലെ മാരെ-ലാഗോയിൽ നെതന്യാഹു ട്രംപിനെ കാണും. ഈ മീറ്റിംഗിൽ നെതന്യാഹു ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള പുതിയ ഓപ്ഷനുകൾ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ജൂണിലെ ആക്രമണത്തിന് മുൻപ് 4 ഓപ്ഷനുകളാണ് നെതന്യാഹു മുന്നോട്ട് വെച്ചിരുന്നത്. ഒന്ന്, ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിക്കുക എന്നതായിരുന്നു. മറ്റൊന്ന്, അമേരിക്കയുടെ പരിമിതമായ പിന്തുണയോടെ ആക്രമണം നടത്തുക, അല്ലെങ്കിൽ സംയുക്തമായ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുക. എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇറാൻ റിപ്പയർ ചെയ്യുന്നുവെന്ന ആശങ്കയും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു. ഡിസംബർ അവസാനത്തോടെ തന്റെ ഫ്ലോറിഡയിലെ റിസോർട്ടിൽ വെച്ച് നെതന്യാഹു തന്നെ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗസ സമാധാന ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ പുരോഗതി കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ആണവ പദ്ധതി സമാധാനപരമാണെന്ന് തന്നെയാണ് തെഹ്റാൻ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ജൂണിലെ ആക്രമണത്തിന് ശേഷം അവർ പ്രതികരിച്ചത് മിസൈൽ ആക്രമണങ്ങളിലൂടെയാണ്. ഇപ്പോൾ പുനർനിർമ്മാണം നടക്കുന്നതായ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഇറാൻ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല.